നൈസമോൾക്ക് അറിയില്ലായിരുന്നു കുത്തിയൊലിച്ചു പോകുന്ന ചെളിയിൽ നിന്നും ഉമ്മ വാരിയെടുത്ത് ആരുടെയോ കൈകളിലേക്ക് പോകുമ്പോൾ ഉപ്പയും ഇത്താത്തമാരും എല്ലാം തന്നെ വിട്ടുപോയെന്ന്. ആ ദുഃഖത്തിൽ നിന്നെല്ലാം കുഞ്ഞു ചോദ്യങ്ങളുമായി അവൾ കയറി വരികയാണ്. നാടും നാട്ടുകാരും എല്ലാം അവൾക്കിന്ന് ഉപ്പയും രക്ഷിതാക്കളുമാണ്. ഇതൊക്കെ അതിജീവിച്ച് നൈസമോളുടെ ഉമ്മ മുന്നോട്ട് പോകുമ്പോഴും ഒരു ദുഃഖം ജസീലയ്ക്ക് ബാക്കിയാവുകയാണ്. ദുരന്തമുഖത്തെത്തി നൈസമോളെ ചേർത്ത് പിടിച്ച് ഫോട്ടോ വൈറലാക്കിയ പ്രധാനമന്ത്രി തനിക്ക് മാത്രമല്ല നാട്ടുകാർക്കും ഒന്നും ചെയ്തില്ലെന്ന ദുഃഖം. പടച്ചോൻ എന്താ ഉമ്മ ഇങ്ങനെ? എന്നും ഇത്താത്തമാരെയും ഉപ്പയെയും സ്വപ്നത്തിൽ കൊണ്ടുവന്നാൽ എന്താണ്? പടച്ചോൻ എന്തിനാ എന്നോട് ദേഷ്യം? രാവിലെ ഉണർന്ന് നൈസമോളുടെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിലാണ് പലപ്പോഴും ജസീല പകച്ചു പോകുന്നത്. അല്ലാത്തപ്പോൾ നൈസമോൾ ഓരോ പരീക്ഷണങ്ങളിലും കുസൃതിയിലുമായിരിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉപ്പയെയും 2 ചേച്ചിമാരെയും നഷ്ടപ്പെട്ട നൈസമോളെയും അവളുടെ ഉമ്മയെയും എല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തിച്ചേർന്നപ്പോൾ നൈസമോളും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ എടുത്ത് വൈറലായിരുന്നു. ഇപ്പോൾ നൈസമോളുടെയും കുടുംബത്തിൻ്റെയും അവസ്ഥ നമുക്ക് കാണാം. ഏകദേശം 1 വർഷം തികഞ്ഞിരിക്കുന്നു. നൈസമോൾ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞാണ്. നൈസമോളെ, സ്കൂളിൽ പോയില്ലേ? ഏത് സ്കൂളിൽ പഠിക്കുന്നേ? എങ്ങനെയുണ്ട് സ്കൂളിൽ? അടിപൊളിയാ. ഷാജഹാനും 3 പെൺമക്കൾക്കുമൊപ്പം കഴിഞ്ഞിരുന്ന ജസീലയുടെ ജീവിതത്തിലേക്ക് ഉരുൾ ദുരന്തമായി വന്ന് കൊണ്ടുപോയതാണ് ഷാജഹാനെയും 2 മൂത്ത പെൺകുഞ്ഞുങ്ങളെയും. ഈ സംഭവം നടക്കണ അന്ന് ഇക്കാൻ്റെ ഉപ്പാൻ്റെ ഏട്ടനും മരുമകളും മക്കളും കൂടി വീട്ടിലേക്ക് രാത്രി വന്നിരുന്നു. 1 മണിയാകുമ്പോൾ കിടക്കാൻ വേണ്ടി വന്നിരുന്നു. അവരുടെ വീട്ടിലേക്ക് വെള്ളം കയറുന്നുണ്ട് പറഞ്ഞിട്ട്. ഷെഡിലാണ് അവർ താമസിക്കുന്നത്. അപ്പം അങ്ങനെ വന്ന് അവർക്ക് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇക്കി മക്കൾ ഉറങ്ങിയിരുന്നു. ഉമ്മാനിപ്പാനൊക്കെ വിളിച്ചുണർത്തി അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത് കിടക്കാൻ വേണ്ടി പായി ഇട്ടും കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ടത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ പുഴയിൽ കൂടെ പൊട്ടി വരികയാണെന്ന് എനിക്ക് എന്തായാലും ഉറപ്പായി. ഞാൻ റൂമിലേക്ക് പായി വിരിക്കണത് അവിടെ നിർത്തി വെച്ചിട്ട് റൂമിലേക്ക് ഓടി. ഞാൻ ഇക്കാനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇക്കാനെ കട്ടിൽ കയറി വിളിച്ചുണർത്തി. എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് നീക്കിയെന്ന് പറഞ്ഞിട്ട്. ആ പറയലും അടുത്തുനിന്നായ ശബ്ദം. ഞാൻ വേഗം കുട്ടീനെ എടുത്ത് നീറ്റ് നിന്നിട്ടില്ല. കട്ടിലിങ്ങനെ കയറി ഇരുന്നിട്ട് കുട്ടീനെ എടുക്കലും വെള്ളം വന്ന് വീട് പൊളഞ്ഞൊന്നും ഞാൻ അറിഞ്ഞില്ല. വെള്ളം വന്ന് തെറിപ്പിച്ച് കൊണ്ടുപോകണതേ ഓർമ്മയുള്ളൂ. അപ്പം കണ്ടതാണ് ഇക്കാനും ഞാൻ അപ്പം കണ്ടതാണ്. പിന്നെ ആരും ഞാൻ കണ്ടിട്ടില്ല. പലരെയും രക്ഷിച്ച ഷാജഹാൻ 2ാമത്തെ പൊട്ടലിലാണ് ഉരുളിനൊപ്പം പോയത്. എല്ലാവരും കൂടെ നിന്നു. ഭർത്താവിൻ്റെയും പെൺമക്കളുടെയും അസാന്നിധ്യം അറിയിക്കാതെ നാടൊന്നാകെ കൂടെ നിന്നു. നൈസമോളെ നാട് നെഞ്ചോട് ചേർത്തു. ജസീലയുടെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് അന്ന് ആശുപത്രിയിലേക്ക് വന്ന് മകളെ തഴുകിപ്പോയ പ്രധാനമന്ത്രിയാണ്. നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നായിരുന്നു പ്രതീക്ഷ. ഇന്നോളം ആ പ്രതീക്ഷ നിരാശയിൽ മാത്രമാണ് അവസാനിച്ചതെന്നും ജസീല പറയുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് പിന്നെ പ്രധാനമന്ത്രി അവിടെ വന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു 5-6 പേർക്കാണ് അവരെ കാണാൻ അവസരം ഉണ്ടായത്. ഞങ്ങളെ ബെഡിൻ്റെ അടുത്തേക്ക് ഒരു 6 ആളെ ബെഡിൻ്റെ അടുത്തേക്കാണ് അവർ വന്നത്. അതിൽ ഞാനും ഉണ്ടായിരുന്നു. അവർ വരുമ്പോൾ മോള് വേണീറ്റ് നിന്ന് കട്ടിൽ നിന്ന് വേണീറ്റ് നിന്ന് നമസ്തേ പറഞ്ഞു. അപ്പോൾ വേഗം അവർ വന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, മോളും കൊടുത്തു. അപ്പോൾ വേണീറ്റ് നിന്ന് എന്താണെന്നറിയില്ല, മോള് വേഗം അവരെ വേഗം കെട്ടിപ്പിടിക്കുക ചെയ്തത്. അപ്പോൾ അവരും വേഗം മോളെ കെട്ടിപ്പിടിച്ച് അങ്ങനെ മോളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. മോളും അങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവരെ മുഖഭാവമൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി കൂടെ ഉണ്ടാവും എന്ന് പറയുമായിരിക്കും. അതായിരിക്കും മോളെയൊക്കെ തലയൊക്കെ തടവി ഒക്കെ ഇതാക്കണ കണ്ടപ്പോൾ വിചാരിച്ച് കൂടെ ഉണ്ടാവും, ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് പറയുമായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വന്ന് അവരെ യാതൊരു ഇതും കണ്ടില്ല. അപ്പം നല്ല വിഷമം തോന്നി. കൂടെ ഉണ്ടാവും വിചാരിച്ചിട്ട് പിന്നെ ഒന്നും ഇല്ല. ആ ദുരന്തഭൂമിയിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായയായി കയറി വന്ന ജസീലയും നൈസമോളും ഇന്ന് ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ആ ആത്മവിശ്വാസത്തിലേക്ക് നയിച്ചത് സർക്കാരിൻ്റെ ചേർത്തുപിടിക്കൽ തന്നെയാണെന്ന് ജസീല ഇപ്പോഴും പറയുന്നുണ്ട്. ജസീലയ്ക്കും നൈസമോൾക്കും ക്യാമറാമാൻ KP അനീഷിനുമൊപ്പം PV ജോഷില.